പത്മജ വേണുഗോപാൽ ബി.ജെ.പിയിൽ എത്തിയത് മുതൽ ഇതുവരെ കാണാത്തവരൊക്കെ തലപൊക്കുന്നുണ്ട്. പറഞ്ഞു വരുന്നത് ബി.ജെ.പി നേതാവ് എ.പി. അബ്ദുള്ളക്കുട്ടിയുടെ കാര്യമാണ്. പത്മജ വേണുഗോപാൽ ബി.ജെ.പിയിൽ ചേർന്നതോടെ തൃശൂരിൽ ബി.ജെ.പിയുടെ ജയം ഏറെക്കുറെ ഉറപ്പായെന്നാണ് എ.പി. അബ്ദുള്ളക്കുട്ടിയുടെ വാദം. രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസിൽ ആർക്കും പ്രതീക്ഷയില്ല. ആകെ പ്രതീക്ഷയുള്ളത് കെ.സി. വേണുഗോപാലിന് മാത്രമാണ്. കേരളത്തിൽ കൂടുതൽ നേതാക്കൾ ഉടൻ ബി.ജെ.പിയിൽ എത്തുമെന്നും എ.പി. അബ്ദുള്ളക്കുട്ടി ചുമ്മാതെങ്കിലും തട്ടിവിടുകയാണ്. പ്രതീക്ഷിക്കാത്ത ഒരു അതിഥിയെ കണ്ടപ്പോൾ വായിൽ തോന്നിയത് വിളിച്ചു പറയുകയാണ് നേതാക്കൾ. അബ്ദുള്ളക്കുട്ടി പറയുന്നത് കേരളത്തിലെ കോൺഗ്രസ് തറവാട്ടിലെ എല്ലാമെല്ലാമായ കരുണാകരന്റെ മകളാണ് ബി.ജെ.പിയിൽ ചേർന്നതെന്നും ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും കോൺഗ്രസിലെ നേതാക്കൾ വന്നുകൊണ്ടിരിക്കുകയാണെന്നും പല കോൺഗ്രസ് നേതാക്കളുടെയും മനസ്സ് കോൺഗ്രസിനൊപ്പമാണെന്നുമാണ്. പത്മജ ചേരുന്നതോടെ തൃശൂരിൽ ബി.ജെ.പിയുടെ ജയം ഏറെക്കുറെ ഉറപ്പായി. സുരേഷ് ഗോപി വോട്ടെണ്ണുന്ന ദിവസം രാവിലെ 10:30 ആവുമ്പോഴേക്കും ജയിക്കുമെന്ന് കരുതി. ഇങ്ങനെയാണെങ്കിൽ 9 മണിക്കുള്ളിൽ ജയിക്കുമെന്നാണ് എ.പി. അബ്ദുള്ളക്കുട്ടി ആത്മവിശ്വാസത്തോടെ പറഞ്ഞിരിക്കുന്നത്. കേരളത്തിൽ എൻ.ഡി.എയും എൽ.ഡി.എഫും തമ്മിലാണ് മത്സരമെന്ന് മുന്നണി കൺവീനറായ ഇ.പി. ജയരാജൻ തന്നെ പറഞ്ഞിട്ടുണ്ടെന്നും താൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാകുന്ന കാര്യം ദേശീയ നേതൃത്വമാണ് സ്ഥിരീകരിക്കുകയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതിനിടെ പത്മജയുടെ ബി.ജെ.പി പ്രവേശനത്തിനെതിരെ സഹോദരനും എം.പിയുമായ കെ മുരളീധരൻ രൂക്ഷമായിട്ടാണ് പ്രതികരിച്ചത്. വർഗീയ പാർട്ടിയുമായി കൂട്ടുകൂടാനുള്ള സഹോദരിയുടെ തീരുമാനത്തോട് അച്ഛന്റെ ആത്മാവ് ഒരിക്കലും പൊറുക്കില്ലെന്ന് മുരളീധരൻ തീർത്തും പറഞ്ഞു. ചാലക്കുടിയിൽ പത്മജ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി സ്ഥാനാർത്ഥിയായി മത്സരിച്ചേക്കുമെന്നുമുള്ള വാർത്തകളെയും മുരളീധരൻ പരിഹസിച്ചു. പത്മജ മത്സരിച്ചാൽ നോട്ടയ്ക്കാണോ ബി.ജെ.പിക്കാണോ വോട്ടുകൾ കിട്ടുകയെന്ന് കാണാമെന്നായിരുന്നു മുരളീധരന്റെ പരിഹാസം. പത്മജയെ എടുത്തതുകൊണ്ട് കാൽകാശിന്റെ ഗുണം ബി.ജെ.പിക്ക് കിട്ടില്ല. എല്ലായിടത്തും ഞങ്ങൾ ബി.ജെ.പിയെ 3ാം സ്ഥാനത്തേക്ക് തള്ളും. 1ാം സ്ഥാനം പ്രതീക്ഷിക്കുന്ന മണ്ഡലത്തിൽ പോലും 3ാം സ്ഥാനത്തെത്തും. ഈ ചതിക്ക് ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിലൂടെ തന്നെ പകരം ചോദിക്കുമെന്നും മുരളീധരൻ തുറന്നടിച്ചിരുന്നു. അതേസമയം എന്ത് മോഹന വാഗ്ദാനമാണ് പത്മജയ്ക്ക് മുൻപിൽ ബി.ജെ.പി വെച്ചതെന്ന ചോദ്യം ഇനിയും ബാക്കിയാണ്. പലതരത്തിലുള്ള അഭ്യൂഹങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്നത്. അതിൽ പ്രധാനമായും എല്ലാവരും പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്ന കാര്യം പത്മജ വേണുഗോപാൽ വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമോ എന്നതാണ്. അതിനുള്ള സാധ്യതകൾ തെളിഞ്ഞു വരുന്നതായാണ് പല റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചാലക്കുടി മണ്ഡലത്തിൽ പത്മജ മത്സരിച്ചേക്കുമെന്നാണ് വിവരം. സുരേഷ് ഗോപി മത്സരിക്കുന്ന സാഹചര്യത്തിൽ തൃശൂർ മണ്ഡലം പത്മജയുടെ കയ്യിൽ ഒതുങ്ങുന്നതല്ലെന്ന ബോധം കൃത്യമായി അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ അവർ പരിഗണിക്കുന്നത് ജില്ലയിലെ തന്നെ 2ാമത്തെ മണ്ഡലമായ ചാലക്കുടിയാവുന്നതിൽ ഒട്ടും അസ്വാഭാവികതയില്ല. പത്മജയുടെ ബി.ജെ.പി പ്രവേശനം ഒരു രാത്രി പുലർന്നെഴുന്നേറ്റപ്പോൾ നടന്ന അത്ഭുതമല്ല. കഴിഞ്ഞ കുറച്ചധികം നാളുകളായി അവർ ബി.ജെ.പി കേന്ദ്ര നേതൃത്വവുമായി നിരന്തരം ചർച്ചകൾ നടത്തി വരികയാണ്. ജെ.പി നദ്ദ ഉൾപ്പെടെയുള്ള പാർട്ടിയിലെ ഉന്നതരുമായി തന്നെ അവർ കൂടിക്കാഴ്ച നടത്തിയതും പരസ്യമായ രഹസ്യമാണ്. പത്മജയ്ക്ക് ചാലക്കുടി മണ്ഡലം വച്ചു നീട്ടിയതിനാലാണോ ആദ്യഘട്ട മണ്ഡലങ്ങൾ പ്രഖ്യാപിക്കുമ്പോൾ അത് ഒഴിച്ചിട്ടത് എന്ന സംശയം വന്നാൽ കുറ്റപ്പെടുത്താൻ കഴിയില്ല. ചാലക്കുടിയിൽ മത്സരിച്ചാലും വോട്ട് മറിയുമെന്ന ആത്മവിശ്വാസം അവർക്കുണ്ട്. മുകുന്ദാപുരത്തെ തോൽവി മറയ്ക്കാൻ ചാലക്കുടിയിലെ മത്സരം കൊണ്ട് തനിക്ക് സാധിക്കുമെന്ന് തന്നെയാകും കരുണാകരന്റെ പുത്രി കണക്കുകൂട്ടുന്നത്.